ഞാൻ മലയാളം പഠിച്ചത് ബുക്ക് നോക്കിയിട്ടല്ല, എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിച്ച് പഠിച്ചതാണ്. അഫ്കോഴ്സ് മിസ്റ്റേക്സ് എപ്പോഴും വരാറുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റുഡന്റ് ആണ് മലയാളത്തിന്റെ. ആകാശ വീഥിയിലല്ലോ സ്നേഹം ചൊരിയും അമ്മയ്ക്ക് പറയല്ലേ മായാ മറയിൽ മായല്ല മറയല്ലേ. ഇത് ഈ സിനിമയിലുള്ള പാട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് പക്ഷെ ഈ പാട്ട് വളരെ മനോഹരമായി അവർ പാടിയെന്ന് മാത്രമല്ല, മലയാളിയല്ലാത്ത ഒരു ഇംഗ്ലീഷ് ഭാഷ മാതൃഭാഷയായുള്ള ഒരു അമേരിക്കക്കാരി ഇത്രയും മനോഹരമായിട്ട് മലയാളം പാടുന്നത് അത്ഭുതപ്പെടുത്തും നമ്മളെ പോലും. മാത്രമല്ല അതിലത് പാടി ഡാൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നല്ല മറ്റൊരു കാര്യം. ഞാൻ ഇവര് റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മള് ഗായകർ പാടുമ്പോൾ പാട്ടാണല്ലോ, പക്ഷെ ഇതിൽ ലയിക്കുകയാണ്. അപ്പൊ അവര് ശരിക്കും ഇതിന്റെ ഭാഷ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ എന്നെ കണ്ട ഉടനെ അടിപൊളി ഡ്രസ്സാണല്ലോ എന്ന് ആ മലയാളത്തിന്റെ ഒരു എല്ലാ തലങ്ങളും അവർക്കറിയാം. അപ്പൊ വൈകാരികമായിട്ട് അവർ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. ഈ പാട്ട് കഴിഞ്ഞ് ഡാൻസ് പറയാൻ ഡാൻസ് ചെയ്യുമ്പോൾ ഇവർക്ക് വശമല്ലാത്തൊരു കാര്യം. ഞാൻ ഇതുവരെയായിട്ടും ആക്ടിങ് പഠിച്ചിട്ടില്ല, ഡാൻസിങ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം എനിക്ക് പുതിയ സ്റ്റെപ്സ് ആയിരുന്നു. പാട്ട് റെക്കോർഡ് ചെയ്യുന്നതും ആദ്യമായിട്ട്, ഡാൻസ് ചെയ്യുന്നതും ആദ്യമായിട്ട്. അപ്പൊ എന്തായാലും എന്റെ കംഫർട്ട് ലെവലിൽ നിന്ന് ഇറങ്ങണമല്ലോ. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട്, സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഡാൻസ് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഡാൻസ് നിങ്ങളൊക്കെ അത് കാണുമ്പോൾ ഈസി സ്റ്റെപ്സ് ആണെന്ന് പറയാം, പക്ഷെ എനിക്ക് അത്രയ്ക്കും പാടായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് അവര് പ്രൊഫഷണൽ ഡാൻസേഴ്സിന്റെ കൂടെ ഞാൻ വന്ന് നിൽക്കുമ്പോ ഞാൻ അവിടെ നിന്ന് ഭയങ്കര മെസ്സി ആയിട്ട് കളിക്കുമ്പോൾ അതിന്റെ വീഡിയോ ഞാൻ കണ്ടപ്പോ ഞാൻ അറിയാൻ തുടങ്ങി എനിക്കിത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓടി. പിന്നെ ഇവരൊക്കെ വന്ന് ഒരുപാട് സ്നേഹം തന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും സ്റ്റേജിലേക്ക് കയറി. അതേപോലെ തന്നെയും നമ്മള് പാട്ടിന്റെ റെക്കോർഡിംഗ് ഡേ എനിക്ക് ആ റാ രാ മാ 2-3 ഡിഫറെന്റ് അതൊക്കെ മാറി മാറിയാണ് ഞാൻ പറയുന്നത്. ഞാൻ മലയാളം പഠിച്ചത് ബുക്ക് നോക്കിയിട്ടല്ല, എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിച്ച് പഠിച്ചതാണ്. അഫ്കോഴ്സ് മിസ്റ്റേക്സ് എപ്പോഴും വരാറുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റുഡന്റ് ആണ് മലയാളത്തിന്റെ. ഒരിക്കലും ഞാൻ പറയില്ല ഇവര് പറയുന്ന പോലെ അത്രയ്ക്കും ലെവലിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. സോ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് കുറെ പ്രാവശ്യം നിർത്തേണ്ടി വരും. അവർ പറഞ്ഞു തരും ഈ ടാണ് ആ താല്ല എന്നൊക്കെ തിരുത്തി തരും ആ സമയത്ത് തന്നെ. പക്ഷെ നമ്മള് ഒരു ലൈഫ് ലോങ് സ്റ്റുഡന്റ് ആണല്ലോ, അപ്പൊ അതൊക്കെ പഠിക്കാൻ നമ്മൾ ഓപ്പൺ ആവണം. ഒരിക്കലും എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം നമുക്ക് ബാഡ് ആണ് ആക്ച്വലി. അത് എപ്പോഴും ഐ എം എ ലൈഫ് ലോങ് സ്റ്റുഡന്റ് എന്നുള്ള ഒരു ഭാവം ഉണ്ടെങ്കിൽ ലൈഫ് ഇങ്ങനെ നല്ല സുഖമായിട്ട് പോകും.